പ്ലസ് 2y ഈക്വൽ ടു 12. പ്ലസ് 10 അപ്പുറത്ത് പോകുമ്പോൾ എന്താവൂടാ മൈനസ് ആവും അല്ലേ. അപ്പോൾ 12 മൈനസ് 10 എത്രയുണ്ടാവും 2 ആണ്. സോ 2y ഈക്വൽ ടു 2. അങ്ങനെയെങ്കിൽ വൈയുടെ വില എത്രയാണ്? വൈയുടെ വില ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. 2/2 എത്രയുണ്ടാവും? y ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഈ ആദ്യത്തെ 2 ലൈൻ പാസ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ആദ്യത്തെ 2 ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് ഏതാണ്? 2, 1 ആണ്. ആ പോയിന്റ് ഏതാണ്ടാ? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഏതാണ്? അത് 2, 1 ആണ്. ഏതാണ്? 2, 1. ആദ്യത്തെ 2 ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്ടാ? 2ഉം 1ഉം ആണ്. ഈ പോയിന്റിലൂടെയാണോ തേർഡ് ലൈൻ പാസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ തേർഡ് ലൈനിൻ്റെ ഇക്വേഷൻ ഏതാണ്? 2x + 3y അല്ലേ. 2x + 3y ഈക്വൽ ടു 7. അപ്പോൾ നമ്മളിത് എങ്ങനെ പ്രൂവ് ചെയ്യും? വേറെ ഒന്നുമില്ല, ഈ 2x + 3y ഈക്വൽ ടു 7ലൂടെയാണോ ഈ ഒരു ലൈൻ പാസ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ 2ഉം 1ഉം നമ്മൾ എവിടെ എടുത്ത് അപ്ലൈ ചെയ്താൽ മതി? ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. എക്സിന് പകരം 2 എന്നും വൈക്ക് പകരം 1ഉം അപ്ലൈ ചെയ്താൽ മതി. ആൻസർ 7 കിട്ടിയാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതെന്താണ്? ഈ ഒരു പോയിന്റിലൂടെയാണ് പാസ് ചെയ്തതെന്ന് നമുക്ക് എന്താണ് പറയാൻ പറ്റും? നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എക്സിന് 2 കൊടുക്കാം. അപ്പോൾ 2 × 2 + 3 × വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. അപ്പോൾ ചെയ്ത് നോക്കും. 2 × 2 4.